Hi students, today we are going to start our unit 8, third block, 8th unit of financial accounting, that is depreciation. Unit 8, depreciation, third block. Okay. First, what is depreciation? Depreciation means reduction in the value of an asset due to wear and tear, obsolescence, etc. ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, ലാപ്സ് ഓഫ് ടൈം, നമ്മളൊരു വർഷങ്ങൾ കഴിയുന്നത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒബ്സോളസൻസ്, അതായത് നമുക്കതിൻ്റെ ഔട്ട് ഓഫ് ഫാഷൻ, അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടും. ചിലപ്പോൾ പുതിയ മോഡൽസ് വരുമ്പോൾ പഴയ മോഡലിൻ്റെ വാല്യൂസ് നഷ്ടപ്പെടും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് എന്ത് സംഭവിക്കാം, ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയാം. സോ അതെങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്, ഒരു ബിസിനസ്സിൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ എങ്ങനെ കണക്കാക്കും എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? സോ simple definition is according to Pickles define depreciation as the permanent and continuous diminution in the quality, quantity or value of an asset. So the permanent and continuous diminution in the quantity or quality or value of an asset. സോ പിക്കിൾസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്, ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയിൽ പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറവ് വരുന്നുണ്ടെങ്കിൽ, ഡിമിന്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറവ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്രീസിയേഷൻ എന്ന് പറയാം. സോ ഒരു അസറ്റിൻ്റെ വാല്യൂവിലോ ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ പെർമനൻ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും കുറവ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്രീസിയേഷൻ എന്ന് പറയാം. സോ ഡിപ്രീസിയേഷൻ മീൻസ് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് എൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മളിത് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ ഒരുപാട് ഡെഫിനിഷൻസ് വരുന്നുണ്ട്. വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ എന്നുള്ളത്? സോ ഡിപ്രീസിയേഷന് വേറൊരു മീനിങ് എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് ദി അപ്രോപ്രിയേറ്റ് എമൗണ്ട് to each period is called depreciation, which represents the expired portion of the cost of an asset. ഒരു അസറ്റ് വാങ്ങിയിട്ട് അതിനൊരു യൂസ്ഫുൾ ലൈഫ് ഉണ്ടായിരിക്കും. നമ്മൾ ഏതൊരു അസറ്റ് വാങ്ങുകയാണെങ്കിലും ഒരു യൂസ്ഫുൾ ലൈഫ് ഉണ്ടായിരിക്കും. ആ യൂസ്ഫുൾ ലൈഫ് വരെ ഒരു പ്രപ്പോർഷനേറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലോക്കേറ്റ് ചെയ്യാണ് എല്ലാ വർഷവും. ആ ഒരു അസറ്റിൻ്റെ ഫുൾ യൂസ്ഫുൾ ലൈഫ് കഴിയുന്നവരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യും. അത് കോസ്റ്റ് ഓഫ് അസറ്റ് കവർ ചെയ്യുന്നത് വരെ ആ ഒരു എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു ഡെഫിനിഷൻ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഓസ്ട്രിയ, ഡിപ്രീസിയേഷൻ അക്കോർഡിംഗ് ടു ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അല്ല, ഓസ്ട്രിയയാണ്. ഡിപ്രീസിയേഷൻ റെപ്രസെൻറ്റ്സ് ദാറ്റ് പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ടു ഇറ്റ്സ് ഓണർ വിച്ച് ഈസ് നോട്ട് റിക്കവറബിൾ. അതായത് നമ്മളുടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റിൻ്റെ ഒരു ഭാഗമാണ് കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്, പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഡിപ്രീസിയേഷൻ, വിച്ച് ആർ നോട്ട് റിക്കവറബിൾ വെൻ ദ അസറ്റ് ഈസ് ഫുള്ളി പുട്ട് ഔട്ട്. നമ്മൾ ഒരു അസറ്റ് മുഴുവനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ലഭിക്കാത്ത വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ലോസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വർഷവും ഒരു പ്രൊവിഷൻ കീപ്പ് ചെയ്യും. സോ ദിസ് ഈസ് എൻ ഇൻറ്റഗ്രൽ കോസ്റ്റ് ഓഫ് കണ്ടക്ടിങ് ദ ബിസിനസ്. ഒരു ബിസിനസ് നടത്തി കൊണ്ടുപോകാനുള്ളൊരു അത്യാവശ്യമായിട്ട് ചാർജ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസാണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദി എഫക്റ്റീവ് കൊമേഴ്സ്യൽ ലൈഫ് ഓഫ് ദി അസറ്റ് ആൻഡ് ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ക്ലിയർ. സോ നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ഒരു ഭാഗം നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കോസ്റ്റ് ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ അത് നമ്മുടെ യൂസ്ഫുൾ ലൈഫ് എത്രയുണ്ടോ അത്രയും വർഷം നമ്മൾ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പോവാം. എന്താണ് ഡിപ്രീസിയേഷൻ?
ഡിപ്രീസിയേഷൻ ആൻഡ് അതർ കൺസെപ്റ്റ്. ഡിപ്രീസിയേഷൻ എന്നുള്ളൊരു ടേം മറ്റ് ചില കൺസെപ്റ്റ് പോലും വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ ആൻഡ് ഡിപ്ലീഷൻ. ഡിപ്ലീഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം വേസ്റ്റിംഗ് അസറ്റാണ്. നമ്മുടെ അസറ്റ്, ചില അസറ്റുകളുടെ പ്രത്യേകത, നാച്ചുറൽ റിസോഴ്സസൊക്കെ നമ്മൾ എടുക്കും തോറും എന്ത് സംഭവിക്കും? കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ഓരോ വർഷവും നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന ആ ക്വാണ്ടിറ്റി ആ അസറ്റിൽ കുറഞ്ഞു വരികയാണ്. അങ്ങനെയുള്ള അസറ്റിനെ നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയും. സോ ഡിപ്ലീഷൻ ഈസ് എ മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ ഓൺ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയാം. വേസ്റ്റിംഗ് അസറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന മെത്തേഡിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. സോ എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം wasting assets such as quarries, mines, etc. and refers to the reduction in the available quantity of the material. അതായത് നമുക്ക് എത്രത്തോളം മെറ്റീരിയൽ അവൈലബിൾ ഉണ്ടോ അതിൽ നിന്നും എന്ത് സംഭവിക്കും? റിഡക്ഷൻ, അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അങ്ങനെയുള്ള അസറ്റുകൾക്ക് വരുന്ന ആ ഒരു കുറവിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ ഓൺ വേസ്റ്റിംഗ് അസറ്റാണ് എന്ത്? ഡിപ്ലീഷൻ. അപ്പോൾ ഡിപ്ലീഷനും ഡിപ്രീസിയേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചത്. അപ്പോൾ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ വേസ്റ്റിംഗ് അസറ്റാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. സോ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് എ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ദാറ്റ് ഈസ് ക്വാറീസ്, മൈൻസ്, എക്സെട്ര. Depreciation on the other hand is a wider term than depletion, and it refers to reduction in the value of all kinds of fixed assets arising from their wear and tear. അത് യൂസ് ചെയ്തതുകൊണ്ട് എല്ലാ അസറ്റുകളും, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഓൾ ഫിക്സഡ് അസറ്റ്. അവിടെ വേസ്റ്റിംഗ് അസറ്റ് അല്ല പറയുന്നത്, എല്ലാ ഫിക്സഡ് അസറ്റിൻ്റെയും വാല്യൂ കുറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ. വിയർ ആൻഡ് ടിയർ, നമ്മൾ യൂസേജ് കാരണം അല്ലെങ്കിൽ മറ്റുള്ള റീസൺ കൊണ്ട് എല്ലാ ഫിക്സഡ് അസറ്റിൻ്റെയും വാല്യൂ കുറയുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. വേസ്റ്റിംഗ് അസറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നതിനെയാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ നമ്മുടെ എന്താ പറയുക, ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതിനെയാണ് നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. സോ റൈറ്റിംഗ് ഓഫ് ദ പ്രപ്പോർഷനേറ്റ് വാല്യൂ ഓഫ് ദി ഇൻടാഞ്ചിബിൾ അസറ്റ് സച്ച് ആസ് കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, ഗുഡ് വിൽ, എക്സെട്ര. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻടാഞ്ചിബിൾ അസറ്റുകളുണ്ട്. കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, ഗുഡ് വിൽ, അങ്ങനെ ഒരുപാട് അസറ്റുകളുണ്ട്. സോ ഈ അസറ്റിൽ അതേപോലെ തന്നെ വാല്യൂ കുറയും. നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും ഈ ഒരു അസറ്റിനും ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട്. സോ ഈ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിന് നമ്മൾ പറയുക അമോർട്ടൈസേഷൻ. സോ നമ്മളൊരു ഫിക്സ്ഡ് എമൗണ്ട് എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്യും. അമോർട്ടൈസേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, intangible asset, amortization of intangible asset. അപ്പോൾ മെഷീനറി, പക്ഷേ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിംഗ് ഓഫ് എക്സ്പയർഡ് കോസ്റ്റ് ഓഫ് ടാൻജിബിൾ അസറ്റാണ്. ഡിപ്രീസിയേഷൻ ഈസ് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ടാൻജിബിൾ അസറ്റാണ്. ബട്ട് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാൻജിബിൾ അസറ്റാണ് എന്ത് പറയുന്നത്? അമോർട്ടൈസേഷൻ. അതാണ് അമോർട്ടൈസേഷനും ഡിപ്രീസിയേഷനും തമ്മിലുള്ള വ്യത്യാസം. അമോർട്ടൈസേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു, ഒരു പ്രപ്പോർഷനേറ്റ് എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നു, ദാറ്റ് ഈസ് അമോർട്ടൈസേഷൻ. ബട്ട് ടാൻജിബിൾ അസറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ്, മെഷീനറി, നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന അസറ്റുകളായി അവരുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് വാല്യൂ കുറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഡിപ്രീസിയേഷൻ എന്ന് പറയും. നെക്സ്റ്റ് ടേം ഡിപ്രീസിയേഷൻ ആൻഡ് ഒബ്സോളസൻസ്. Obsolescence refers to decrease in the usefulness arising on account of external factors like change in technology, new inventories, change of style. So obsolescence means decrease in the usefulness. നമുക്കൊരു ഉപയോഗം, ഒരു അസറ്റിൻ്റെ ഉപയോഗം നമുക്ക് കുറയാണ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് എന്താണ്? ചേഞ്ച് ഇൻ പുതിയ ടെക്നോളജി വന്നു, പുതിയ ഇൻവെൻട്രീസ് വന്നു, പുതിയ ചേഞ്ച് ഓഫ് സ്റ്റൈൽ, അങ്ങനെ പല റീസൺ കൊണ്ട് കാലഹരണപ്പെട്ടു പറയും ഒബ്സോളസൻസ്. അതിന് വാല്യൂ നഷ്ടപ്പെടുന്നു പല റീസൺ കൊണ്ട്. സോ അതിൻ്റെ യൂസ്ഫുൾനെസ് കുറയുന്നു. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്സോളസൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ സാധാരണ അസറ്റ് ബിക്കം ഔട്ട് ഓഫ് ഫാഷൻ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഒബ്സോളസൻസ് സംഭവിക്കുക. പക്ഷേ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇവിടെ ജനറലി അറൈസിങ് ഔട്ട് ഓഫ് വിയർ ആൻഡ് ടിയർ ആണ്. അവിടെ നമ്മൾ ഔട്ട് ഓഫ് ഫാഷൻ കൊണ്ടല്ല ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? മെയിനായിട്ട് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്
എന്തുകൊണ്ടാണ് ലോസ് നമ്മൾ സാധാരണ ഓൺ അക്കൗണ്ട് ഓഫ് വിയർ ആൻഡ് ടിയർസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, സംഭവം ഒരു അസറ്റ് കൂടുതൽ കാലം ഉപയോഗിച്ച് കേടുവരുമ്പോഴാണ് കൂടുതൽ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഒബ്സോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് വരുന്നതുകൊണ്ട് ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അതിനെ ഒബ്സോളസൻസ് എന്ന് പറയും. അതല്ലാത്ത കേസിലൊക്കെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എന്നാണ് പറയുക. ഇനി നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ആൻഡ് ഫ്ലക്ച്വേഷൻ. Fluctuation refers to increase or decrease in the market price of an asset. Such as change is usually temporary. So, depreciation is the refers to increase or decrease in the market price of an asset. ഒരു അസറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ എങ്ങനെയാണ്, ടെമ്പററി ആണ് ഫ്ലക്ച്വേഷൻസ് വരിക, പെർമനൻ്റ് അല്ല. പക്ഷേ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്രീസിയേഷൻ എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആവുന്നത്? ഡിപ്രീസിയേഷൻ ഈസ് കൺസേൺ വിത്ത് ബുക്ക് വാല്യൂ ഓഫ് എൻ അസറ്റ്. അവിടെ മാർക്കറ്റ് വാല്യൂ അല്ല, നമ്മൾ ബുക്കിൽ എത്രയാണ്, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു അസറ്റ് വാങ്ങുമ്പോൾ എത്ര വിലയാണ് പറയുന്നത്, അതാണ് നമ്മൾ ഡിപ്രീസിയേഷൻ. അതിൽ നമ്മൾ റിഡക്ഷൻ വരുമ്പോഴാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുക. അപ്പോൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുക ബുക്ക് വാല്യൂവിൻ്റെ മുകളിലാണ്, മാർക്കറ്റ് വാല്യൂവിൽ വ്യത്യാസമൊന്നും ഡിപ്രീസിയേഷന് കാരണമാവുന്നില്ല. ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ഓൺലി ഡിക്രീസ് വൈൽ ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിക്രീസ് ഓർ ഇൻക്രീസ്. ഡിപ്രീസിയേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. പക്ഷേ ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ആവാം, ദർ മേ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ്. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ റിഫ്ലക്ട് പെർമനൻറ്റ് ഡിക്രീസ്. ഫ്ലക്ച്വേഷൻസ് മീൻസ് ടെമ്പററി. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് വാല്യൂ കുറഞ്ഞു വരുന്നതാണ് ഡിപ്രീസിയേഷൻ. പക്ഷേ നമ്മുടെ ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ അത് ടെമ്പററി ആയിട്ട് വരും, കൂടും കുറയും ചെയ്യുന്നു ഒരു അസറ്റിൻ്റെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ. അതിനെയാണ് നമ്മൾ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഡിഫറെൻറ്റ് ടേംസ് റിലേറ്റഡ് ടു ഡിപ്രീസിയേഷൻ, ഡിപ്ലീഷൻ, അമോർട്ടൈസേഷൻ, ഒബ്സോളസൻസ്, ഫ്ലക്ച്വേഷൻസ്. നെക്സ്റ്റ് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. സോ വാട്ട് ആർ ദ റീസൺ ഫോർ ഡിപ്രീസിയേഷൻ? എന്തുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്? കാരണം എന്താണ്? വിയർ ആൻഡ് ടിയർ, വിയറിങ് ഔട്ട് ഓഫ് എൻ അസറ്റ്. നമ്മൾ കോൺസ്റ്റൻറ്റ് യൂസായിട്ട് ഒരു അസറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വിധത്തിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ വിയർ ആൻഡ് ടിയർ എന്ന് പറയും. ഒരുപാട് നമ്മൾ ഉപയോഗിച്ചിട്ട് അല്ലേ അതിൻ്റെ വാല്യൂ കുറയുന്നതാണ് വിയർ ആൻഡ് ടിയർ. അതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും, അസറ്റിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. This caused definite reduction in the value of the asset and is regarded as the major source of depreciation. അപ്പോൾ വിയർ ആൻഡ് ടിയർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡിപ്രീസിയേഷന്. രണ്ടാമത്തെ ലാപ്സ് ഓഫ് ടൈം. പാസേജ് ഓഫ് ടൈം ആൾസോ കോസസ് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് എൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത് പാസേജ് ഓഫ് ടൈം. നമ്മളൊരു അസറ്റ് വാങ്ങിയിട്ട് ഓരോ വർഷം കഴിയും തോറും എന്ത് സംഭവിക്കും, ആ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ്, നമ്മൾ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നതിനുള്ളൊരു കാരണം ലാപ്സ് ഓഫ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം ബേസിസിലാണ് എപ്പോഴും എന്ത് കണക്കാക്കാറ്, ഡിപ്രീസിയേഷൻ കണക്കാക്കാറ്. പേറ്റൻറ്റ്, ലീസ്, ഇതൊക്കെ നമ്മൾ ഓരോ വർഷം കഴിയുന്തോറുമാണ് അവിടെ എന്ത് സംഭവിക്കുക, ഡിപ്രീസിയേഷൻ സംഭവിക്കുക. അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എ ബിൽഡിംഗ് ടേക്കൺ ഓൺ ലീസ് ഫോർ എ പീരീഡ് ഓഫ് 10 years. നമ്മൾ ലീസിന്, പാട്ടത്തിന് എടുക്കുന്ന പോലെ ലീസിന് ഒരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു, 1,00,000 രൂപ 10 വർഷത്തിനാണ് നമ്മൾ എടുത്തത്. ദ ഇയർലി ഡിപ്രീസിയേഷൻ ഓഫ് ലീസ് വിൽ എമൗണ്ട് ടു 10,000. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കിയത് 10,000 ആണ്. 10 വർഷത്തിനാണ് ലീസ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 10 എടുക്കുക, 1 lakh ഡിവൈഡ് ബൈ 10. അപ്പോൾ ഒരു വർഷം 10,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വർഷങ്ങൾ കണക്കാക്കിയിട്ടാണ് ഡിപ്രീസിയേഷൻ എടുക്കുക. എത്ര യൂസ്ഫുൾ ലൈഫ്, 10 വർഷത്തിനാണ് നമ്മൾ എന്തെടുത്തത്, ലീസിനെടുത്ത്. അപ്പോൾ ആ ടൈം എത്ര, ഡ്യൂറേഷൻ 10 വർഷമാണ്. സോ ആ 10 കൊണ്ട് എന്ത് ചെയ്യണം, എത്ര രൂപയ്ക്കാണ് ലീസ് എടുത്തത് വെച്ചാൽ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ വർഷം നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് 10,000 ചാർജ് ചെയ്യാം. സോ ഒന്നുമില്ല, ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഓരോ വർഷം കഴിയുന്തോറും എന്ത് സംഭവിക്കും, അത്രയും അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. നെക്സ്റ്റ് ഒബ്സോളസൻസ്, നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദ അക്വിസിഷൻ ഓഫ് ഇംപ്രൂവ്ഡ് മോഡൽ മേ റെൻഡർ ദ എക്സിസ്റ്റിംഗ് മെഷീൻ ഒബ്സല്യൂട്ട്. നമ്മളൊരു അസറ്റ് നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ കാരണം എന്തായിരിക്കാം, പുതിയൊരു അസറ്റ് വാങ്ങി, ഒരു പുതിയ മോഡൽ വാങ്ങി, ആ പുതിയ മെഷീൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, കൂടുതൽ സ്പീഡിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഴയ മെഷീൻ്റെ ആവശ്യകത നഷ്ടപ്പെടുന്നു. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും, പഴയ മെഷീൻ്റെ വാല്യൂ കുറയും. സോ ദർ ഈസ് ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ദ എക്സിസ്റ്റിംഗ് മെഷീനറി. നമ്മളൊരു പുതിയ മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ പഴയ മെഷീനറിയുടെ വാല്യൂ കുറഞ്ഞു. സോ അതും ഡിപ്രീസിയേഷന് കാരണമാണ്. ഓക്കെ, ടെക്നോളജിയിൽ മാറ്റം വരുമ്പോഴൊക്കെ എന്ത് സംഭവിക്കും, നമുക്ക് പുതിയൊരു അസറ്റ് വാങ്ങേണ്ടി വരും. സോ പഴയ അസറ്റിൻ്റെ വാല്യൂ കുറയും. സോ അങ്ങനെ ഒരു ഒബ്സോളസൻസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷൻ വരുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നത് വലിയൊരു എമൗണ്ട് ആയിരിക്കും.
Okay, so this is the causes of depreciation. So next, what are the objective of providing depreciation? നമ്മൾ എന്തിനാണ് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നത്? സോ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്? ഫസ്റ്റ് വൺ, അസർട്ടൈനിങ് ദ ട്രൂ പ്രോഫിറ്റ്. ഒരു കമ്പനിയുടെ യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. നമുക്കറിയാം ഒരു അസറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ ഒരു അസറ്റിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു മെഷീനറി, ഒരു പർട്ടിക്കുലർ മെഷീൻസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പാക്കിംഗ് മെഷീൻ ആയിരിക്കാം. സോ നമുക്കൊരു റവന്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? മെഷീനറീസ് എന്ന് പറയുന്നത്. സോ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അസറ്റ് നമ്മൾ റവന്യൂ കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ആ അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻസും നമുക്ക് എന്തായി കണക്കാക്കാം? ആ റവന്യൂവിൻ്റെ എക്സ്പെൻസായിട്ട് കണക്കാക്കാം. സോ നമുക്കിവിടെ വന്നിട്ടുള്ളത് ഒരു അസറ്റ് നമ്മൾ ഉപയോഗിച്ചു, പക്ഷേ അതിൻ്റെ ഉപയോഗിക്കും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? അതിൻ്റെ വില കുറഞ്ഞു വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ സംഭവിക്കും അല്ലേ? വിയർ ആൻഡ് ടിയർ സംഭവിക്കും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു എക്സ്പെൻസ് കൂടി കണക്കാക്കിയാൽ നമ്മുടെ കറക്റ്റ് ലാഭം, ആക്ച്വൽ പ്രോഫിറ്റ്, കൃത്യമായ പ്രോഫിറ്റ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഡിപ്രീസിയേഷൻ കൂടി ചാർജ് ചെയ്യണം. കാരണം എന്താണ്? ഇതൊരു അവൈലബിൾ എക്സ്പെൻസാണ്. അതായത് ഈ ഒരു അസറ്റ് നമ്മൾ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അസറ്റ്, അല്ലെ, ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസറ്റ് ഉപയോഗിക്കുന്നത് അല്ലേ? സോ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അത് അസറ്റുമായി ബന്ധപ്പെട്ട ഇൻകമാണ്. സോ ആ അസറ്റിൻ്റെ ഒരു എക്സ്പെൻസ് ആണ് എന്ത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ടുള്ള എന്ത് കിട്ടുള്ളൂ? ഫിഗർ കിട്ടുള്ളൂ. നെക്സ്റ്റ്, അസർട്ടിങ് ദ ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ചിലവ് കൃത്യമായിട്ട് കണക്കാക്കാൻ, കോസ്റ്റ് അല്ലേ, ഒരു അസറ്റിൻ്റെ കോസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ചിലവ് വന്നു, അപ്പോൾ നമ്മൾ എന്തുകൂടി കണക്കാക്കണം? ഡിപ്രീസിയേഷൻ കൂടി കണക്കാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കോസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. കാരണം ഒരു ഫാക്ടറിയിൽ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ്. സോ അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടൊരു എക്സ്പെൻസ് ആണ് എന്ത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവിടെ മെഷീനറീസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഡിപ്രീസിയേഷൻ അവിടെ ചാർജ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് സംഭവിക്കും? അവിടെ കറക്റ്റ് എമൗണ്ട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ കോസ്റ്റ് കണക്കാക്കുമ്പോൾ എന്താവില്ല? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണക്കാക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നില്ല? കാൽക്കുലേഷൻ അവിടെ ഇൻകറക്റ്റ് ആവുകയാണ് ചെയ്യുക. എത്ര ചിലവ് വന്നു എന്ന് പറയുമ്പോഴും നമ്മൾ എന്തുകൂടി കണക്കാക്കണം? ഈ ഒരു അസറ്റിൻ്റെ ഉപയോഗം അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഡിപ്രീസിയേഷൻ കണ്ടെത്തുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? കൃത്യമായ പ്രോഫിറ്റ് കണ്ടെത്താൻ, കൃത്യമായ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടെത്താൻ. അടുത്തത്, പ്രസൻറ്റേഷൻ ഓഫ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു കമ്പനിയുടെ യഥാർത്ഥ പൊസിഷൻ അറിയാൻ. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ നമ്മൾ 10 കൊല്ലം മുന്നേ വാങ്ങിയ ഒരു അസറ്റിൻ്റെ 5 ലക്ഷമാണെന്ന് വിചാരിക്കുക. ആ 5 ലക്ഷം ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വെഹിക്കിളായിരിക്കാം, ഫർണിച്ചർ ആയിരിക്കാം. അന്ന് 5 ലക്ഷം കാണിച്ചു. ഈ 10 വർഷം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ എമൗണ്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ കൃത്യമായ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റാണ്. സോ ബാലൻസ് ഷീറ്റിൽ കൃത്യമായ പൊസിഷൻ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ യഥാർത്ഥ വാല്യൂ എന്താണ് ആ ഒരു അസറ്റിനുള്ളത്, അതായിരിക്കണം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വേണ്ടത്. സോ കൃത്യമായിട്ടുള്ള അസറ്റിൻ്റെ വാല്യൂ കണ്ടെത്താൻ എന്ത് ചെയ്തിരിക്കണം? ഡിപ്രീസിയേഷൻ കണക്കാക്കണം. ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. അതുകൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഫണ്ടായിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാം? ഡിപ്രീസിയേഷനെ കണക്കാക്കാം. എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു, 10 വർഷം മുന്നേ നമ്മളൊരു അസറ്റ് വാങ്ങി, ഒരു മെഷീനറി വാങ്ങി, 5 ലക്ഷം രൂപയ്ക്കാണ് മെഷീനറി വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു 10 വർഷം നമ്മൾ അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. സോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എവിടെ കണക്കാക്കാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കണക്കാക്കാം. സോ നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കാനാണ് നമ്മൾ എക്സ്പെൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? പ്രോഫിറ്റ് കുറയും അല്ലേ? സോ നമ്മുടെ ഒരു അവൈലബിൾ അലൗ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ലാഭം ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ലാഭം കൊടുക്കുന്നത് ആർക്കാണ്? ഓണേഴ്സിന് കൊടുക്കും, ബോണസായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ലാഭം പ്രോഫിറ്റായിട്ട് ആര് ഡിവൈഡ് ചെയ്തെടുക്കും? പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ സിംഗിൾ ഓണർ ആണെങ്കിൽ അയാൾ എടുക്കും. കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും അല്ലേ?
അപ്പോൾ ഈ ഒരു പ്രോഫിറ്റാണ് ആർക്ക് കൊടുക്കുന്നത്? ഓണേഴ്സിന് കൊടുക്കുന്നത്. പക്ഷേ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അത് എവിടെയും കൊടുക്കുന്നില്ല. അത് എവിടെ കിടക്കും? കമ്പനിയിൽ തന്നെ അവിടെ ആ എമൗണ്ട് അവിടെ കിടക്കുന്നുണ്ട്. കാരണം അതൊരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കിച്ചില്ല, നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല ആ സംഭവം. സോ അതൊരു അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ടാണ്. നമ്മളൊരു ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ഈ അസറ്റിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. സോ ആ സമയത്ത് ആ അസറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാം? ഡിപ്രീസിയേഷനെ കണക്കാക്കാം. സോ ഇറ്റ്സ് എൻ അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. ആ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വരുന്ന ഫണ്ടായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. എക്സാമ്പിൾ, ആ മെഷീന് 10 കൊല്ലമാണ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ആ 10 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം? അസറ്റിൻ്റെ വാല്യൂവിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ വർഷവും എത്രയാണോ വരുന്നത് ആ എമൗണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ അസറ്റ് റീപ്ലേസ് ചെയ്യാം. അസറ്റിന് ഒരു വാല്യൂ ഉണ്ടാവില്ല 10 കൊല്ലം കഴിയുമ്പോൾ. സോ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതിനെ ഉപയോഗിക്കാം? ഡിപ്രീസിയേഷൻ. ശരിക്കും അതാണ് ഡിപ്രീസിയേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, മെയിനായിട്ട് അതാണ്. സോ നമുക്ക് 4 റീസണാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒന്നാമത് കൃത്യമായ പ്രോഫിറ്റ് കണ്ടെത്തുക, രണ്ടാമത് കൃത്യമായിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടെത്തുക, അടുത്തത് ഫിനാൻഷ്യൽ പൊസിഷൻ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ, അതേപോലെ തന്നെ ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്, നമ്മുടെ അസറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഫണ്ടായിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാം? ഈ പറയുന്ന ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിപ്രീസിയേഷൻ. എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ? നമുക്കൊരു ഡിപ്രീസിയേഷൻ കണക്കാക്കണമെങ്കിൽ എന്തെല്ലാം അറിയണം? കോസ്റ്റ് ഓഫ് അസറ്റ് അല്ലേ? ഒരു അസറ്റിൻ്റെ വില എത്രയാണ്? എങ്ങനെ വില കണ്ടുപിടിക്കാം? നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ കടയിൽ കൊടുക്കുന്ന പൈസ മാത്രമല്ല അതിൻ്റെ കോസ്റ്റ്, അത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കൂടി കോസ്റ്റായിട്ട് എടുക്കാം. അപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഡൽഹിയിൽ നിന്നായിരിക്കാം, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ എബ്രോഡിൽ നിന്നായിരിക്കാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ അത് നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് കൊടുക്കുന്ന കോസ്റ്റ് മാത്രം പോരാ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇമ്പോർട്ട്, അതൊക്കെ നോക്കിയിട്ട് വേണം കോസ്റ്റ് കണക്കാക്കാൻ. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ് കണ്ടുപിടിക്കുക. ദെൻ അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ? ഡിപ്രീസിയേഷനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് കോസ്റ്റ് ഓഫ് അസറ്റ്. അതിനനുസരിച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ വരിക. നെക്സ്റ്റ്, എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ്. എത്ര വർഷമാണ് ആ അസറ്റിൻ്റെ വാല്യൂ? അതൊരു പ്രധാനപ്പെട്ട എലമെൻ്റാണ്. ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അതാണ്. അതായത് ഒരു 10 യൂസ്ഫുൾ ലൈഫ് ഒരു 10 വർഷമാണെങ്കിൽ ആ 10 വർഷം കഴിഞ്ഞാൽ പിന്നെ അസറ്റിന് 0 വാല്യൂ ആയിരിക്കും, സ്ക്രാപ്പ് വാല്യൂ ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒന്നും വില ഉണ്ടാവില്ല. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. 10 വർഷം കഴിഞ്ഞാൽ ഇത് വിൽക്കുക, നമ്മൾ പാട്ടയ്ക്ക് വിൽക്കുക അല്ലെങ്കിൽ തൂക്കി വിൽക്കുക എന്നൊക്കെ പറയാൻ വിചാരിക്കുക, അത്രയും അതിന് ഉപയോഗമില്ല. ഇപ്പം നമ്മൾ ഇരുമ്പിൻ്റെ വിലയ്ക്ക് കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുക, അത്രയും നമ്മൾ ലാസ്റ്റ് റെസിജ്വൽ വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടെത്തണം. അതായത് ഈ ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വാല്യൂ ആണ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ പറ്റും. സോ നമ്മുടെ ഒരു മെയിനായിട്ട് ഡിപ്രീസിയേഷൻ്റെ ചേഞ്ച് ചെയ്യാനുള്ളൊരു പ്രധാന കാരണം ഈ 3 എലമെൻറ്റ്സ് ആണ്: കോസ്റ്റ് ഓഫ് അസറ്റ്, എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ആൻഡ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. So these are introduction to depreciation. Next, there is a problem, so it will be discussed in next class. Okay, thank you.